നമസ്കാരം സ്വാമിമാരെ. ഞങ്ങളിപ്പം എരുമേലി നിൽക്കുകയാണ്. ഇപ്പോൾ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങൾ മല കയറാൻ പോവുകയാണ്. സ്വാമി ശരണം. എന്റെ ചിത്തപ്പാടെ മോൻ എല്ലാവരും എരുമേലി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് നേരെ ഞങ്ങൾ കാട്ടുവഴി ഞങ്ങൾ പമ്പയിലേക്ക് പോവുകയാണ്. അവിടുന്ന് കണ്ടില്ലേ, തിരക്കണ്ടില്ലേ? എരുമേലി അമ്പലത്തിലെ തിരക്കണ്ടില്ലേ? ഭയങ്കര തിരക്കും. എരുമേലി അമ്പലത്തിലെ തിരക്കാണിത്. ജനപ്രവാഹം. ഇവിടെയാണ് നമ്മൾ തേങ്ങ ഉടയ്ക്കേണ്ടത്. ഗുരുസ്വാമി മുമ്പിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുസ്വാമി അന്നദാന കൗണ്ടർ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്തതാ. ഞങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇരുമടിക്കെട്ടും വെച്ചുകൊണ്ട് നമ്മൾ പോകാൻ പോവാം. അരവണ ഇങ്ങിയിരിക്കും. അരവണ ഇവിടെ ഉണ്ട്. അരവണം പായസം നമ്മൾ ശബരിമലയിൽ പോയിട്ട് വാങ്ങിക്കാൻ വെച്ചു. ഇതൊരു ചടങ്ങാ കേട്ടാ. ഇങ്ങനെ ഇരുമടിക്കെട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് രണ്ടാമത് എടുക്കുമ്പോൾ ഇതുപോലെ കർപ്പൂരം വെച്ച് നമ്മൾ പൂജ ചെയ്തിട്ട് ഇനി ഇരുമുടിക്കെട്ട് നമ്മൾ എടുക്കാവൂ. ഒറ്റയ്ക്ക് വന്നാൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഗുരുസ്വാമി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റി. ഈ ശരണീയപ്പ അതാണ് തേട്ടത്തുള്ളൻ. തേട്ടത്തുള്ളൻ எப்படி கோயில்கிட்ட வந்தாச்சுல்ல. അങ്ങനെ ഇവിടെ കെട്ടി ഞങ്ങൾ എരുമേലിയിൽ നിന്ന് ഇറങ്ങി. അതുപോലെ ബാൻഡ് നമുക്കിവിടെ വാടകയ്ക്ക് കിട്ടും. നമ്മുടെ മുമ്പിൽ വന്ന് ഒരു കംപ്ലീറ്റ് പൊട്ടിത്തരും വേട്ടത്തുള്ളവരായിട്ട്. ഇവിടുന്നാണ് കാനനപാത തുടങ്ങുന്നത്. കണ്ടില്ലേ, ഫോറസ്റ്റുകാരുടെ കാനനപാത. ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ ചെറിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്. ഞങ്ങളെല്ലാ സ്വാമിമാരും ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നമ്മുടെ യാത്ര തുടങ്ങാൻ. അയ്യപ്പോ ഇന്ന് നമ്മൾ കാട്ടുപാത തുടങ്ങുവാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ നടക്കരുത്, പയ്യെ നടക്കാവും. നമ്മളിത് കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ പോകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ല ഇറക്കവും കയറ്റമൊക്കെ ഉള്ള വഴിയ. നമ്മുടെ ഗുരുസ്വാമി ഇതുവരെ വന്നില്ല. ആന വരാതിരിക്കാനായി കറണ്ട് പോസ്റ്റ്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന്. ഒരുപാട് പേര് ഇതുപോലെ എടുത്തിട്ടില്ല ഈ കാട്ടുപാത. കുറച്ച് യൂട്യൂബുകാരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഫുള്ള് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് സ്വാമിമാരെ. നിങ്ങളെല്ലാം കണ്ടിരിക്കണം എന്ത് പാടാ ഈ വഴിയൊക്കെ.
ഇങ്ങനെ നടന്നു തുടങ്ങും. ഈ കയറ്റം കണ്ട ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല കയറ്റം. തുടങ്ങിയതേ ഉള്ളു, ഇപ്പോഴും കിടന്ന് അണങ്ങുന്നു. ഇനി ഒരു 40 കിലോമീറ്റർ ഇതുപോലെ നമ്മൾ കയറണം. ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ വിശ്രമ കേന്ദ്രം ഉണ്ട്. നമ്മുടെ കൂടെ നടക്കുന്ന സ്വാമിമാർ ഇച്ചിരി സ്പീഡാണെങ്കിൽ നമ്മൾ വീണു പോകും. കാര്യം നമ്മൾ റെസ്റ്റ് എടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ ഒരുപാട് ദൂരം ചെന്നിരിക്കും. ഒരു ഷെഡ്, എല്ലായിടത്തും ഷെഡുണ്ട്. പിന്നെ ഈ വടി എന്തില്ലേ, 20 രൂപയുള്ള വടി. എല്ലാ കടയിലും ഈ വടിയുണ്ട്. ഇങ്ങനെ കുത്തി കുത്തി പോവാം. വേണ്ട, എത്ര ടെൻ്റ് അടിച്ചേക്കുന്നു. പണ്ടൊക്കെ നമ്മൾ എരുമേലി വരുമ്പോൾ ഇതുപോലെ ടെൻറ്റുകൾ കുറവായിരുന്നു. ഇപ്പം കണ്ട സ്വാമിമാർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് കസേര, ടെൻറ്റ്, നാരങ്ങ വെള്ളം, തണ്ണിമത്തങ്ങ ജ്യൂസ്. സ്വാമി ശരണം. കാരണം തണ്ണിമത്തങ്ങ ജ്യൂസ് കണ്ടില്ലേ, ഫ്രൂട്ട്സ്. കാട് നോക്കിയേ, കാട് ഫുള്ള് കാടാ. നമ്മൾ ഫോറസ്റ്റുകാരെ സമ്മതിച്ചു കൊടുക്കണം. നേരത്തെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വന്ന് ഈ കാടെല്ലാം വൃത്തിയാക്കി വഴിയൊക്കെ തെളിച്ചിട്ടാണ് നമുക്ക് ഈസിയായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കണ്ടില്ലേ, കൊടുങ്കാട്. എല്ലാവർക്കും ഇങ്ങനെ നടക്കാൻ പറ്റും കേട്ടോ, പയ്യെ നടക്കാൻ പറ്റും. ഉസൈൻ ബോൾട്ടിന് കണക്കൊന്നും ഓടാനൊന്നും പറ്റത്തില്ല. കാര്യം മസിൽ കയറി പിടിക്കും. ഇപ്പോൾ ഏതെത്ര വലിയ ജിംനാസ്റ്റിക്കാണെങ്കിലും പതുക്കെ നടക്കാൻ പറ്റും. അതാണ് ഈ വഴിയുടെ രീതി. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, പണിഷബിൾ ഒഫൻസാണ്. ഉണ്ടില്ലേ ഫോറസ്റ്റുകാരുടെ ടെൻറ്റ്. ഗുരുസ്വാമി വളരെ സ്പീഡിലാണ് നടക്കുന്നത്. ഗുരുസ്വാമി പയ്യെ നടക്കുക. ഗുരുസ്വാമി 36 വർഷമായിട്ട് ഈ എരുമേലി വഴി കൂടെയാണ് വരുന്നത്. ഗുരുസ്വാമി പയ്യെ നടക്കുക. ഗുരുസ്വാമിയുടെ കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. നോക്കിക്കോണം, ഒറ്റ ആള് ചെരുപ്പിട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ സ്വാമിമാരാണ് ചെരുപ്പിടുന്നത്. നടക്കി പിന്നെ കാണാവൂ. ഇവിടുന്ന് 2 കിലോമീറ്റർ കാലഹസ്തി. ഓ നമ ശിവായ. 2 ഗുരുസ്വാമികളെ നമ്മൾ കിട്ടി. 2 ഗുരുസ്വാമി. ഓ നമ ശിവായ. ശിവായ. வாழ்க 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 நாதந்தார் வாழ்க. திருச்சிற்றம்பலம். திருச்சிற்றம்பலம். സ്വാമിമാരെ നോക്കിയേ, നല്ല വെയിൽ വന്നു. നല്ല വെയിൽ. രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ കൊടും ചൂട്. നീ കാലകെട്ടിലേക്ക് പോകാൻ 2 കിലോമീറ്ററും കൂടെ നമ്മൾ നടക്കണം. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നിന്ന് പോവുക കേട്ടാ.
കാര്യം മസിൽ പിടിക്കും. മസിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് റെസ്റ്റ് എടുത്ത് പോവുക. ഇത് സ്വാമി നടക്കുന്നുണ്ടില്ലേ? സ്വാമിമാരെ കണ്ട കാട്ടിൻ്റെ നടുക്ക് അടുത്തൊരു അമ്പലം. അയ്യപ്പൻ്റെ വിഗ്രഹം തോന്നുന്നു. അതിൻ്റെ അടുത്ത് പേര് നോക്കാം. മുരുകൻ്റെ നോക്കണതാ നാട് കാട്ടിലാണ് മുരുകൻ്റെ. അങ്ങനെ ഈശ്വര വിഘ്നേശ്വര. ഈ കടയിലുള്ള ചേച്ചി പറഞ്ഞതാ, ഈ സ്ഥലം കണ്ടില്ലേ, ഇവിടെയൊക്കെ സ്ഥിരം കടുവയും ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന പോത്തൊക്കെ. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയില്ലെന്ന് പറഞ്ഞു. നല്ല ചൂടുണ്ട്, കാലൊക്കെ പൊള്ളുന്നു. അപ്പം ഞങ്ങൾ ഒരു വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പല സ്ഥലത്തായിട്ട് നിർത്തി ഞങ്ങൾ പോവുക. ചരണം വിളിക്കാൻ പോലും ആരോഗ്യമില്ല. കണ്ടില്ല, ആനയൊന്നും വരാതിരിക്കാനായി തീ കത്തിച്ച് വെച്ചേക്കുന്നു. അമ്മീ, ഇതാണ് കാലകെട്ടി ക്ഷേത്രം. കാലകെട്ടി ക്ഷേത്രത്തിലോട്ട് പോവാം. കാലകെട്ടി ക്ഷേത്രത്തിലോട്ട് നമ്മളെത്തി. ഇത് കഴിഞ്ഞ് അഴുതയിൽ 2:30-2:45 ശേഷം കയറ്റി വിടത്തില്ലാന്ന്. അപ്പോൾ നമ്മളിവിടെ ആണ് ഇന്ന് ഹാൾട്ട്. അങ്ങനെ കാലകെട്ടി ക്ഷേത്രത്തിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ജിഞ്ചർ വാട്ടർ, ഇഞ്ചി വെള്ളമുണ്ട്. ഇഞ്ചി വെള്ളം ഫ്രീ ആയിട്ട്. പഴം കുടിച്ചിട്ട് നമ്മൾ കാളകെട്ടി ക്ഷേത്രത്തിലോട്ട് കയറിയിട്ട് സ്വാമി നമസ്കാരം. ചുക്കുവെള്ളം. കാളകെട്ടി ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവാ. സ്വാമി അങ്ങനെ കാളകെട്ടി ക്ഷേത്രത്തിലോട്ട് നട അടച്ചിരിക്കുകയാണ്. നല്ല മലയിലടയ്ക്കാണ് ഈ ക്ഷേത്രം. ഈ കാലകെട്ടി അമ്പലത്തിൻ്റെ അകത്ത് നല്ല വിശാലമായ തണുത്ത ഒരു മണ്ഡപം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. സ്വാമിമാരെ ഇത് കണ്ട, മില്ലറ്റ് റൈസ് ഇത് ഫ്രീ ആണ്, അന്നദാനം. മില്ലറ്റ് റൈസ് അസാധ്യ ടേസ്റ്റ് ചേട്ടാ. മില്ലറ്റ് റൈസും അച്ചാറും
ആ കൗണ്ടറിലാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവർക്കും എത്ര ആൾക്കാർ വന്നാലും ഫ്രീ ആയിട്ട് കിടിലെന്നാണ് കേട്ടോ, കിടിലം. അങ്ങനെ അതാ അഴുതയിലോട്ട് എത്തി. ഇതുവഴി വേണം ഇനി വീണ്ടും. ഇവിടെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഒന്ന് കിടന്നിട്ട് നാളെ രാവിലെ വിളിക്കും. ഇതാണ് അഴുത നദി. ഏകദേശം 17 കിലോമീറ്റർ ഇതുവരെ നടന്നു. ഉച്ചക്കേക്ക് ആ വെയിലത്ത് കാലൊക്കെ പൊള്ളും. ഇതാണ് ഞങ്ങൾ കിടക്കുന്ന സ്ഥലം. ഞങ്ങളുടെ വിരി. ഇങ്ങനെ ഒരുപാട് ടെന്റുകൾ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ടെന്റുകൾ.